പുള്ളിയുടെ വള എൻ്റെ മൂക്കിനിട്ട് വലിയ വള അറിയാലോ, വളയുടെ കരുത്തരം അറിയാലോ, വള എൻ്റെ മൂക്കിനിട്ട് കൊണ്ട് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. ഞാൻ മണിച്ചേട്ടനോട് ദേഷ്യം കയറുന്ന സലീമേട്ടനുണ്ട്, ദിലീപേട്ടനുണ്ട്, ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി. മണിച്ചേട്ടൻ എൻ്റെ മുഖത്തോണ്ട് ഇങ്ങനെ 2 മിനിറ്റ് ഇങ്ങനെ നോക്കിയിട്ട് മണിച്ചേട്ടനൊക്കെ പോയി. പിറ്റേ ദിവസം രാവിലെ എന്തോ ഒരു തമാശനിടയ്ക്ക് ധർമ്മജന്റെ കൈ പിടിച്ച് തിരിച്ചു. സ്നേഹത്തിന്റെ പുറത്ത് ചെയ്യുന്ന ഇതൊക്കെ. ധർമ്മജനും ചൂടായി. പിന്നെ എന്നെ കൂടെ കൊല്ലു മടിച്ചേട്ടൻ, എന്റെ കുടുംബത്തെ മടിച്ചേട്ടൻ നോക്കുന്നു പറഞ്ഞിട്ട് ധർമ്മജനും ചൂടായി. പുള്ളി ഒന്നും മിണ്ടാതെ. അപ്പൊ അതുവരെ എന്റെയും ധർമ്മജന്റെ ഇടയ്ക്ക് കിടന്ന പുള്ളി ഉറങ്ങും. ഞങ്ങൾ രണ്ടുപേരും നടുക്കിങ്ങനെ ഞങ്ങളെ കെട്ടിപ്പിടിച്ച് മണിച്ചേട്ടൻ നടക്കിറക്കും, ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നെഞ്ചത്തോട്ട് കിടക്കും, ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് മണിച്ചേട്ടൻ കിടക്കും. ധർമ്മജനോട് ചൂടായി റൂമിലൊക്കെ അങ്ങോട്ട് പോയി. ഞാൻ ധർമ്മജന്റെ കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞ് വരും. ചെയ്യായി കാണുന്നില്ല. വൈകുന്നേരമായിട്ട് മണിച്ചേട്ടനെ കാണുന്നില്ല. സുബി വന്നിട്ട് ചോദിച്ചു, നിങ്ങളെന്താ മണിച്ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞെന്ന് ചോദിച്ചു. നിങ്ങളിലടി എന്താണ്? മണിച്ചേട്ടൻ റൂമിൽ നിന്ന് കരയാണല്ലോ എന്ന് പറഞ്ഞു. അവൾ കരയാണ് വന്ന് പറഞ്ഞു. ഞങ്ങൾ ഇരുന്ന് പിള്ളേരിരുന്ന് കരയുന്ന കരയാണ്. ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തിട്ടാ, എനിക്ക് സ്നേഹം കൊണ്ടല്ല ഇങ്ങനൊക്കെ ചെയ്യുന്നു പറഞ്ഞ് കരയാണ്. ഞങ്ങൾ 4 പേരുടെ കെട്ടിപ്പിടിച്ച് കരച്ചിലെന്ന് പറഞ്ഞ പൊട്ടിക്കരയാണ്. കരഞ്ഞിട്ട് കൊണ്ട് ഞങ്ങൾ മണിച്ചേട്ടനെ വിളിച്ച് റൂമിൽ വന്നിട്ട് പിന്നെ ഞങ്ങളുടെ കൂടെ. ഇതാണ് സ്നേഹം കൊണ്ട് പുള്ളി ഓരോന്നും ചെയ്യുന്നത്. നമ്മളെന്തെങ്കിലും തിരിച്ചു പറഞ്ഞ് പുള്ളിക്ക് ഭയങ്കരമായിട്ട് വിഷമാവും. നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, പക്ഷെ അറിയാലോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വേദനിക്കും. അങ്ങനത്തെ കൈയും കാലും ഒക്കെയാണ് പുള്ളിക്കുള്ളത്. അന്നാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു കുഞ്ഞു കൊച്ചാണിത്. ഇത് ഈ പറഞ്ഞ ആൾക്കാർ പറഞ്ഞ് പെരുപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു ബാഹ്യരൂപം മാത്രമേ ഉള്ളൂ എന്നൊക്കെ അന്നാണ് നമുക്ക് മനസ്സിലായത്.